കഴിഞ്ഞ പ്രാവശ്യം ടാൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് ഇപ്രാവശ്യം സൈൻ ഇൻവേഴ്സ് എക്സ് ആവാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സൈൻ ഇൻവേഴ്സിന്റെ പ്രോബ്ലമാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ടാൻ ആയതുകൊണ്ട് ഇപ്രാവശ്യം സൈൻ ചോദിച്ചാലോ, അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതിയുള്ളൂ കേട്ടോ. പ്രൂവ് ദാറ്റ്. ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ റിസൾട്ട് ആദ്യത്തെ റിസൾട്ട് ഞാൻ തരുന്നുണ്ട്, ശരിക്കും തരേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൂവ് ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. പ്രൂവ് ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 മൈനസ് എക്സ് y1 ഈക്വൽ ടു 0 and hence deduce that 1 minus x square into yn plus 2 1 minus x square into yn plus 2 minus 2n plus 1 into x yn plus 1 ശരിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. മൈനസ് n സ്ക്വയർ yn ഈക്വൽസ് അടുത്ത വ്യത്യാസമൊക്കെ ഉണ്ട്. മൈനസ് n സ്ക്വയർ yn ഈക്വൽ ടു 0. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്രാവശ്യം ഇത് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടാ. പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ, ഉറപ്പിക്കാനും പറ്റില്ല. ഓക്കെ, ഓക്കെയാണ്. യെസ്, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം അതിലേക്ക് എത്തിക്കുന്നു, രണ്ടാമത് എത്തിക്കുന്നു. ഇങ്ങനത്തെ രണ്ടെണ്ണം ആദ്യത്തെ സ്റ്റെപ്പില്ലേ, ആദ്യത്തെ സ്റ്റെപ്പ് പ്രൂവ് ദാറ്റ് ചോദിക്കാനൊക്കെ രക്ഷപ്പെട്ടു. അപ്പൊ ഉടൻ തന്നെ ദൈവത്തിനും നന്ദി കൊടുക്കുക. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ആൻസർ എഴുതിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വൈകുള്ള സൈൻ ഇൻവേഴ്സസ് ആണ്. dy by dx കാണുന്നു, y1 കാണുന്നു. സൈൻ ഇൻവേഴ്സസിന്റെ ഡെറിവേറ്റീവ് ഞാൻ നേരത്തെ പഠിപ്പിച്ചത് 1/√1 minus x square 1/√1 minus x square. ഈ √1 minus x square കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ √1 minus x square into y1 √1 minus x square into y1 equal to 1. √1 minus x square into y1 equal to 1 എഴുതി. ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ, ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരും. ഓക്കെ, √1 minus x square into y1 ന്റെ ഡെറിവേറ്റീവ് y2 പ്ലസ് റൂട്ടിന്റെ ഡെറിവേറ്റീവ്, ഇതാണ് ഞാൻ നേരത്തെ പഠിപ്പിച്ചത്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് എന്താ 1/2√x ആണ്. 1/2 × √1 minus x square വരും. കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു മൈനസ് 2s. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരുമെന്ന് ഞാൻ ബേസിക്കലി പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഇതിന് വേണ്ടിയിട്ടാണ്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 √1 minus x square വരും, ഇൻറ്റു മൈനസ് 2s വരും. ഈ 2 വെട്ടിപ്പോയി, ഈക്വൽ ടു 1 ന്റെ ഡെറിവേറ്റീവ് 0. ഞാൻ മുകളിലൊന്ന് എഴുതാണ്, സോറി, ഇൻറ്റു y1 ഉണ്ട് കേട്ടോ. y1 ഇൻറ്റു ആണ്, y1 ഇൻറ്റു വരുന്നുണ്ട്. ഓക്കെ, y1 ഇൻറ്റു എന്നാണ് കേട്ടോ. ഒന്ന് നീറ്റായിട്ട് എഴുതാം. √1 minus x square ഇൻറ്റു y2 ഓക്കെ പ്ലസ് y1 ഇൻറ്റു ഇവിടെ കിട്ടിയത് മൈനസ് x/√1 minus x square ഈക്വൽ ടു 0. ഇങ്ങനൊരു സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലും വരാറുണ്ട്. അപ്പൊ ഈ റൂട്ടിനെ, അടിയത്തെ റൂട്ടിനെ കളയാൻ വേണ്ടിട്ട്, മനസ്സിലായി? അപ്പൊ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ നമ്മുടെ ഇതിൽ പ്രൂവ് ദാറ്റില് ഇതില്ല, ഈ റൂട്ടില്ല അല്ലെ, റൂട്ട് പോയിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി അറിയോ? മൾട്ടിപ്ലൈ ബൈ √1 minus x square. ആ ഹോൾ ടേമിനെ √1 minus x square കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. അപ്പൊ അത് മറക്കരുത്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യിപ്പിച്ചു തരാം. അപ്പൊ അതിലും ഇതേപോലെ ചെയ്യുന്നുണ്ട്. റൂട്ട് സൈൻ ഇൻവേഴ്സ് വരുന്ന പ്രോബ്ലത്തിൽ നമ്മള് അടിയിലുള്ള റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും കേട്ടോ. എല്ലാ പ്രോബ്ലം സൈൻ ഇൻവേഴ്സിന്റെ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. √1 minus x square കൊണ്ട് മൊത്തത്തിലാണ് മൾട്ടിപ്ലൈ ചെയ്യും. സൈൻ ഇൻവേഴ്സ് എക്സ് വരുന്ന എല്ലാ പ്രോബ്ലത്തിലും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വരിക? മുകളിൽ റൂട്ട് മൾട്ടിപ്ലൈ റൂട്ട് പോവും. അപ്പൊ 1 minus x square into y2 എന്ന് വരും. മൈനസ് ഇവിടെ ഇത് പോവും, മൈനസ് x/y1 ഈക്വൽ 0. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനം ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതിലേക്ക് എഴുതിയിട്ട് അടിയിൽ ഒന്നറിയാത്ത പോലെ ബോക്സിലാക്കി വെക്കുക, അടിയിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ വലിയ ആൾക്കാരാണ് ഇതൊക്കെ കണ്ടുപിടിച്ചു, ഇതൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുക. ഓക്കെ, ഇത് തന്നിട്ടുണ്ടെങ്കിലോ പറഞ്ഞില്ലെങ്കിൽ പെട്ടുപോയിട്ടാ. ഇല്ലെങ്കിൽ ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ. റൂട്ട് വന്നാൽ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊക്കെ.
മറ്റേതാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ എഴുതുക, ബോക്സിലാക്കി വയ്ക്കുക. ഒന്നും അറിയുന്നില്ല നമ്മൾ നാട്ടുകാരനല്ല എന്നുള്ള രീതിയിൽ ആണോ? ഇപ്പോഴാടാ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ? ഹെഡ്സെറ്റ് ഓക്കെ. യെസ്. അപ്പൊ നമ്മള് ഇതിൽ എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് nth ഡെറിവേറ്റീവ്. അപ്പൊ ഇത് നമ്മൾ ആ സ്ഥാനത്തിലെത്തി, y2 വരുന്ന ഇക്വേഷനിലെത്തി. ഇനി എന്ത് ചെയ്യുന്നു? ടേക്കിംഗ് nth ഡെറിവേറ്റീവ്. ടേക്കിംഗ് nth ഡെറിവേറ്റീവ് we get ഏതാണ്? ബൈ ലെബിനിസ് തിയറം. അത് മറക്കരുത്. ബൈ ലെബിനിസ് തിയറം. ലെബിനിസ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. ബൈ ലെബിനിസ് തിയറം. ലെബിനിസ് തിയറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? d raised to n of 1 minus x square into y2 minus d raised to n of x y1 equal to 0. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഒരു മൈനസ് ഉണ്ട് ഇവിടെ, അതൊരു പ്ലസ് ആയിരുന്നു, ഇവിടെ മൈനസ് വന്നു. അത്രയുള്ള വ്യത്യാസം. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഇടാം. 1 minus x square into y2ന്റെ nth ഡെറിവേറ്റീവ് നേരത്തെ പോലെ yn plus 2 പ്ലസ് nc1 ഇട്ടു. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് 1 minus x squareന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് 2x എന്ന് കൊടുക്കണം. ഓക്കെ, ആ മൈനസ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇൻറ്റു yn plus 2 നിന്ന് ഒരെണ്ണം കുറച്ച yn plus 1 പ്ലസ് nc2 ഇൻറ്റു മൈനസ് 2x ന്റെ ഡെറിവേറ്റീവ് മൈനസ് 2 yn plus 1 നിന്ന് വീണ്ടും ഒന്ന് കുറച്ച yn. അത് കഴിഞ്ഞതുപോലെ തന്നെയാണ്. മറ്റേത് പ്ലസ് ആയതുകൊണ്ട് മൈനസ് അല്ല, പ്ലസ് 2x പ്ലസ് 2 ആയിരുന്നു. ഇവിടെ മൈനസ് 2x മൈനസ് 2 വന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. മൈനസ് ഇട്ടു, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് കമ്പൾസറി ആണ്. എക്സ് ഇൻറ്റു നേരത്തെ പോലെ yn പ്ലസ് 1 പ്ലസ് nc1 ഇൻറ്റു 1 ഇൻറ്റു yn ഈക്വൽ ടു 0. ഇനി nc1 കാണുന്നിടത്ത് എന്നും ഈ മൈനസിനെ ഓപ്പൺ ചെയ്ത കാര്യം കഴിഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ ഒന്ന് എഴുതാണ് 1 minus x square into yn plus 2 plus n into minus 2x into yn plus 1 plus n into n minus 1 by 2 into minus 2 yn. അത് അത്രയും ബ്രാക്കറ്റിലെ മൈനസ് അടുത്ത ബ്രാക്കറ്റിലെ x into yn plus 1 plus n into yn ഈക്വൽ ടു 0. ഇനി എല്ലാ ബ്രാക്കറ്റുകളും ഓപ്പൺ ചെയ്യാം. ഈ 2 വെട്ടി പോവാം. എല്ലാ ബ്രാക്കറ്റിനെയും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ആൻസർ എത്തി. ഓക്കെ, അപ്പൊ ഒരു സ്റ്റെപ്പ് എല്ലാ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്യുന്ന പോലെ കാണിക്കുക. 1 minus x square into yn plus 2. ഒരു മൈനസ് ഫ്രണ്ടിലുണ്ട്. മൈനസ് 2nx yn plus 1. ഇവിടെ മൈനസ് ഉണ്ട്. മൈനസ് പ്ലസ് ഇട്ടിട്ട് ഉള്ളിൽ മൈനസ് കൊടുക്കും. മൈനസ് n സ്ക്വയർ പ്ലസ് n ഇൻറ്റു yn. ഈ മൈനസിനുള്ളിൽ കൊടുക്കുമ്പോൾ മൈനസ് എക്സ് yn പ്ലസ് 1. ഈ മൈനസിനുള്ളിൽ കൊടുക്കുമ്പോൾ മൈനസ് n yn ഈക്വൽ ടു 0. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കോമൺ ഉള്ളപ്പോൾ കോമൺ എടുത്താൽ മതി. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, എന്താണ് ചോദിച്ചത് അത് എഴുതിക്കട്ടെ. 1 plus n minus x square into yn plus 2. ഇവിടെ നോക്കുക, മൈനസ് എക്സ് ആണ് കോമൺ. രണ്ടിലും 2 കോമൺ ഇല്ല. മൈനസ് എക്സ് ആണ് രണ്ടിലും കോമണ്. മൈനസിന് വെളിയിലെടുത്തു കഴിഞ്ഞാല് അപ്പൊ 2n പ്ലസ് 1 എക്സ് yn പ്ലസ് 1 കോമൺ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എക്സിനെയും yn പ്ലസ് 1 കോമൺ എടുത്താൽ ഇവിടെ 2n ഇവിടെ 1 അപ്പൊ 2n പ്ലസ് 1 വരും കേട്ടോ. അടുത്തത് ഈ മൈനസ് n വെട്ടിപ്പോയാൽ ബാക്കി മൈനസ് n സ്ക്വയർ yn എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാനത് നിർത്തുകയാണ് കേട്ടോ. ഇത് ഞാൻ ഫുള്ളി ചെയ്യുന്നില്ല. തുടക്കം ഞാൻ ഇട്ട് തരാം, ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, തുടക്കം ഞാൻ കുറിക്കാം.
ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ അല്ലേ? തുടങ്ങാം. 40 അല്ലേ? എഴുതാം. ഇഫ് y ഈക്വൽ ടു എഴുതാം y ഈക്വൽ ടു e raised to tan inverse x. Y equal to e raised to tan inverse x. Prove that 1 plus x square into y2 plus 2x minus 1 into y1 equal to 0. 2x minus 1 into y1 equal to 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ റെഡ്യൂസ്. അയ്യോ എന്റെ ഇതിപ്പോ എന്റെ ഫോണ് കട്ടാവേ, ബാറ്ററി കഴിഞ്ഞു. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ആൻസർ റെഡ്യൂസ് രണ്ടാമത്തെ 1 plus x square into yn plus 2. ഓക്കെ, പ്ലസ് ഇങ്ങനെയാണ് 2 into n plus 1 into x minus 1 into yn plus 1. ഇങ്ങനെയൊക്കെ എഴുതിയാണ്. എനിക്കറിയില്ല അത് കറക്റ്റ് തന്നെയാണോന്ന് നോക്കട്ടെ. പ്ലസ് n into n plus 1 yn. ഇതൊരു കുട്ടിയുടെ നോട്ടാണ്, കയ്യിൽ ടെസ്റ്റിലെ ഇതല്ല. ഒരു കുട്ടീൻ്റെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ നോട്ടാണ്. അവള് അവസാനത്തെ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇതാണ് ആൻസർ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നമുക്ക് തുടക്കം കിട്ടിയാൽ മതിയല്ലോ, ബാക്കി എന്തെങ്കിലും ചെയ്ത സ്ഥലത്താണ്. എനിക്ക് ഇതിന് ചെറിയ സംശയം ഉണ്ടാവും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്തൊക്കെ വെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ചെയ്ത് നോക്കണേ. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ച് ചെയ്യുന്നില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കാണിക്കാം. മാറ്റോട്ടെ, വായിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പൊ ഇതില് ആദ്യത്തെ പ്രൂഫാണ്. y e raised to tan inverse ആണ് y1 കാണുന്നത്. y1 e raised to tan inverseന്റെ ഡെറിവേറ്റീവ് എന്താണെന്നറിയോ? e raised to tan inverseന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്, e raised to tan inverse തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, e raised to tan inverseന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. ഇൻറ്റു ഇനി tan inverseന്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു tan inverseന്റെ ഡെറിവേറ്റീവ് 1/1 plus x square ആണ്. അപ്പൊ ശ്രദ്ധിക്കാം, e raised to tan inverseന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ ആണ്. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്. e raised to x-ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. അതേപോലെ e raised to tan inverseന്റെ ഡെറിവേറ്റീവ് tan inverse ആണ്. ഇൻറ്റു ശരിക്കും സ്റ്റെപ്പ് പറഞ്ഞാല് ഇൻറ്റു d/dx ഓഫ് tan inverse x. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും റൂൾ അനുസരിച്ച്. അതായത് y1 എന്ന് വിളിക്കുന്നത് e raised to tan inverse x into 1/1 plus x square എന്നാണ്. ഈ 1 plus x square ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 plus x square into y1 equal to e raised to tan inverse x എന്ന് കിട്ടി. e raised to tan inverse x എന്ന് വിളിക്കുന്നത് y അല്ലേ? അല്ലേ? e raised to tan inverse x എന്നത് y അല്ലേ? അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ എഴുതാറിയോ? 1 plus x square into y1 equal to y എന്ന് എഴുതി. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ? മറ്റേതിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇനി രണ്ട് സൈഡിലും നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് റൂൾ, ഇവിടെ y ആണ്, yയുടെ ഡെറിവേറ്റീവ് 0 അല്ല, y1 എന്ന് വരും കേട്ടോ അവിടെ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് റൂൾ അനുസരിച്ചിട്ട് 1 plus x square into y1ന്റെ ഡെറിവേറ്റീവ് y2 plus y1 into 1 plus x square ഡെറിവേറ്റീവ് 2x equal to 0 അല്ല, yയുടെ ഡെറിവേറ്റീവ് y1 എന്നാണ്. അത് നിങ്ങൾ ചാടിക്കുന്നു. 1 plus x square into y2 plus 2x y1 minus y1 equal to 0. ഓക്കെ, അതിൽ നിന്ന് y1 കോമൺ എടുത്താൽ നമ്മുടെ പ്രൂഫായി. എന്താണ്? 1 plus x square into y2 plus 2x minus 1 into y1 equal to 0. ഇനി നിങ്ങൾ എന്ത് ഡെറിവേറ്റ് ചെയ്യാലോ? ബാറ്ററി കഴിഞ്ഞിട്ടല്ലേ? ഓഫ്. ഓക്കെ, ഇനി ടേക്കിംഗ് അടുത്ത ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ആൻസറിലേക്ക് എത്തിക്കുക. ഇതേപോലെ ഒരു സയൻസ്
എൻ്റെ കയ്യിൽ ഇപ്പം നോട്ടില്ല. പണ്ടെങ്ങാണ്ട് പഠിച്ചത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. ചെയ്യുന്ന ഡിഫറൻസിയേഷൻ പഠിപ്പിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യന് ഇങ്ങനെ എനിക്കത് ചോദിക്കുമെന്ന്, അത് അത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതൊക്കെ ചോദിക്കുള്ളൂ. y = ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. sin m sin inverse x. sin m, സൈൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ m sin inverse x, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. y = sin m sin inverse x, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാണ്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻഷിയേറ്റിന്റെ രീതി പറയാണ്. y1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? y1 എന്താ? nth ഡെറിവേറ്റീവ് എടുക്കുന്ന എല്ലാത്തിനും സെയിം ആണ്. y1 സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? nth ഡെറിവേറ്റീവ് എനിക്ക് റിസൾട്ട് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതാവുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയാണ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് അല്ലേ? ആണോ? അല്ലേ? അപ്പൊ സൈൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് എഴുതാം? കോസ് m sin inverse x എന്ന് എഴുതാം കേട്ടോ. അപ്പൊ സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് എഴുതി. ഇൻറ്റു ശ്രദ്ധിക്കുക, ഇതിന്റെ ഉള്ളിലത്തെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു m അവിടെ ഉണ്ട്. m × 1/√1 - x² വരും. ഇൻറ്റു എന്താണ് വരിക? m × 1/√1 - x² എന്ന് വരും കേട്ടോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ, ഒന്ന് എഴുതിയെടുക്കുക. കാരണം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ആ nth ഡെറിവേറ്റീവ് ആണ്, സിമ്പിൾ ആണ്. പക്ഷെ ഇങ്ങനെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ √1 - x² കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ √1 - x² × y1 = m നെ ഫ്രണ്ടിൽ എഴുതി m × cos m sin inverse x എന്ന് കിട്ടും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ. ഇനി തന്നെ ഡിഫറൻഷിയേറ്റിംഗ് അഗെയിൻ. ഇതിന് നമ്മൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ വരും അല്ലേ? ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണ്. അതായത് √1 - x² × y1 ഡെറിവേറ്റീവ് y2 + y1 × റൂട്ടിന്റെ ഡെറിവേറ്റീവ് നേരത്തെ പോലെ നമ്മൾ ചെയ്യുന്ന പോലെ 1/√1 - x² × -2x എന്ന് കിട്ടും കേട്ടോ. ഈക്വൽ ടു അവിടെ ശ്രദ്ധിക്കുക m × കോസിന്റെ ഡെറിവേറ്റീവ് ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എന്നാണ് വരിക. -sin m sin inverse x ഇൻറ്റു, മനസ്സിലായോ? കോസിന്റെ ഡെറിവേറ്റീവ് -sin എന്ന് വരും. -sin m sin inverse x ഇൻറ്റു വീണ്ടും അവിടെ m × 1/√1 - x² കിട്ടും. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. m × 1/√1 - x². അത്രയും ടഫ് ആവണമെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവണമെങ്കിൽ മാത്രമാണ് ഇത് ചോദിക്കുക. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇനി മൾട്ടിപ്ലൈ ബൈ, നമ്മൾ നേരത്തെ പോലെ ഓരോ സ്റ്റെപ്പിലും മൾട്ടിപ്ലൈ ബൈ √1 - x² ചെയ്യാണ്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് പോകും. 1 - x² × y2 എന്ന് വരും. ഇവിടെ 2 ക്യാൻസൽ ചെയ്തു, ഇത് വെട്ടിപ്പോവും. -xy1 എന്ന് കിട്ടും. ഈക്വൽ ടു ഈ മൈനസ് വരും. -m² × sin m sin inverse ആണ് വരിക. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളൂ. അല്ലെങ്കിൽ 1 - x² × y2 -xy1 = -m² × ഇത് y ആണ്, ക്വസ്റ്റ്യൻ ആണ്. -m²y. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് അതിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 - x² × y2 -xy1 + m²y = 0. ഇതാണ് കേട്ടോ. പിന്നെ nth ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. y = ശ്രദ്ധിക്കുക എന്താണ്? y = sin m sin inverse x. പണ്ടൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാം കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ബാക്കി നിങ്ങൾ പഠിക്കട്ടോ. അയ്യോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു nth ഡെറിവേറ്റീവിന്റെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതുകൂടി ചെയ്യണോ? സമയം എന്താണെന്ന് അറിയില്ല, ഓഫ് ആവുമെന്ന് അറിയില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ. യൂസ് ലെബിനിസ് തിയറം, ഫൈൻഡ് ദ ഫോർത്ത് ഡെറിവേറ്റീവ്. അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആ
ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില് 24ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 24ാമത്തെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ. y equal to e raised to minus x square. Prove that yn plus 1 plus 2x yn plus 2n yn minus 1 equals 0. 2n yn minus 1 equals 0. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റേതിനായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഇത് മാറ്റിയാണ് കേട്ടോ. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നോണ്ട് ഞാൻ എടുക്കാണ്, അല്ലെങ്കിൽ അത് എടുത്തിരുന്നില്ല. y equal to ആണ്. അപ്പൊ ഞാൻ ഈ പ്രൂവ് ദാറ്റ് ഈ സാധനം yn plus 1 വന്നാൽ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം? yn plus 1 വന്നാൽ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പഠിച്ച? ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഏതാ y equal to e raised to minus x square ആണ്. y1 കാണുന്നു. e raised to minus x square ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാല് e raised to minus x square into minus 2x എന്നാണ്. ശരിയല്ലേ? അത് തന്നെ എഴുതാ ഇൻറ്റു അതിന്റെ ഉള്ളിലത്തെ ഡെറിവേറ്റീവിനോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇതിന് എങ്ങനെ എഴുതാം? y1 ഇൻറ്റു ഇത് y അല്ലേ? y ഇൻറ്റു മൈനസ് 2x എന്നായി. ശരിയല്ലേ? ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ്. y1 ഈക്വൽ ടു മൈനസ് 2xy എന്നായി. അതിന് നിങ്ങൾ ചടിക്കുമ്പോൾ y1 പ്ലസ് 2xy ഈക്വൽ ടു 0 എന്നായി. ശരിയല്ലേ? y1 പ്ലസ് 2xy ഈക്വൽ 0. ഇനി എന്ത് ചെയ്താൽ മതി? ടേക്കിംഗ് nth ഡെറിവേറ്റീവ്. പ്രൂവ് ദാറ്റ് ആണ്. ആൻസറിലേക്ക് എത്തിച്ചെടുക്കാം. nth ഡെറിവേറ്റീവ് എടുക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? d raised to n of y1 ന്റെ nth ഡെറിവേറ്റീവ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഇല്ല, ഇതിന് പ്രോഡക്റ്റ് റൂൾ ഇല്ല, ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. d raised to n of 2xy equal 0. ശരിയല്ലേ? ഇതിലെ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്, ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഇല്ല. y1 ന്റെ nth ഡെറിവേറ്റീവ് എന്താ? yn plus 1 കഴിഞ്ഞു. പ്രോഡക്റ്റ് റൂൾ ഇല്ല. പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. കണ്ടോ? ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. എന്താ റൂള്? 2x into nth ഡെറിവേറ്റീവ് ഓഫ് y. യുടെ nth ഡെറിവേറ്റീവ് എന്താ? yn. 2x into nth ഡെറിവേറ്റീവ് ഓഫ് yn plus nc1 into 2x ന്റെ ഡെറിവേറ്റീവ് 2 into yn ൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. yn minus 1 equal to 0. അപ്പൊ ഒന്ന് നീറ്റായിട്ട് എഴുതാം. yn plus 1 plus 2xyn plus 2 ഇത് n കൊടുക്കുക. nyn minus 1 equal to 0. ഓക്കെ അല്ലേ? 4 മാർക്കിന് ചോദിച്ചാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പഠിച്ച മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ചെയ്യിപ്പിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഫോർത്ത് ഡെറിവേറ്റീവ് ചോദിച്ചിരുന്നു. ഫോർത്ത് ഡെറിവേറ്റീവ് 0 ആണ്. 4 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചെയ്യണോ? Question show that fourth derivative equal to 0 എന്നാണ്. Show that fourth derivative y4 equal to 0. y4 0 എന്ന് വിളിക്കണം. y equal to തന്നിട്ടുണ്ട്. y equal to x cube minus 3x square plus 2. y1 ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ എഴുതാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നൊക്കെ എഴുതാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. y1 ചെയ്യാതെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x square minus 3 into x square ന്റെ ഡെറിവേറ്റീവ് 2x plus 0. 2 into ഡെറിവേറ്റീവ്. അപ്പൊ ആൻസർ 3x square minus 6x. y2 ചെയ്യാം. ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 3 into x square എന്ന് പറഞ്ഞാൽ 3 into 2x വരും. 6x minus 0. സോറി 6x minus 6.
y3 ചെയ്യുന്നു 6x ഡെറിവേറ്റീവ് 6 6 0. അപ്പൊ ആൻസർ 6. y4 ചെയ്യുന്നു 0 കേട്ടോ. സിമ്പിൾ ആണ്. ഇതിൽ ലെവൻസ് തിയറം യൂസ് ചെയ്യാൻ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. തൽക്കാലം ഇങ്ങനെ പോട്ടെ. nth ഡെറിവേറ്റീവിന്റെ ഫോമുലൊക്കെ യൂസ് ചെയ്യാം, അതിന്റെ ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റൻ ആയതുകൊണ്ട്. ഇനി ഒരു nth ഡെറിവേറ്റീവിന്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ജസ്റ്റ് ചെയ്താലോ? അതുകൂടി ചെയ്താൽ നമ്മളെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം ബാക്കിയെല്ലാം നമ്മൾ എടുത്തതാണ്. ഇനി ആ ഒരൊറ്റ ക്വസ്റ്റ്യനൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുക്കാത്തുള്ളൂ, അതുകൊണ്ട് എടുക്കാം. പിന്നെ ഒരു സാധനം എടുക്കാൻ വിട്ടുപോയി, അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ സമയമൊന്നുമില്ല. ഫൈൻഡ് ദി ഫോർത്ത് ഡെറിവേറ്റീവ് യൂസിങ് ലെബിനിറ്റ്സ് തിയറം. ഫൈൻഡ് ദി ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് 3x² plus 2x plus 2 3x² plus 2x plus 2 into e raised to 2x. ഇതിന്റെ ഫോർത്ത് ഡെറിവേറ്റീവ് കാണാനാണ് ചോദിച്ചേക്കണേ. ഓക്കെ, നമ്മൾ ഇതിന്റെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുല ഒന്ന് ചെയ്ത് നോക്കാം. nth ഡെറിവേറ്റീവ് എടുക്കണേ. ഇപ്പൊ നമ്മൾ ചെയ്ത റൂള് ഓക്കെ എന്താണ്? യു എഴുതി 3x² plus 2x plus 2 into e raised to 2x ന്റെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുല എന്താ? e raised to ax ന്റെ nth ഡെറിവേറ്റീവ് എന്താ? a raised to n e raised to ax ആണ് അല്ലെ? ഓർമ്മയുണ്ടോ? അപ്പൊ ഇവിടെ e raised to 2 വരെ 2 raised to n into e raised to 2x. ഓക്കെ ആണോ? വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം. into d raised to n of e raised to 2x. nth ഡെറിവേറ്റീവ് e raised to 2x. ഓക്കെ, പ്ലസ് nc1 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എത്ര വരിക? 6x plus 2 into d raised to n minus 1 of e raised to 2x. ഓക്കെ, പ്ലസ് nc2 ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് 6 വരും, d raised to n minus 2 of e raised to 2x. ഓക്കെ അല്ലേ? ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈക്വൽ ടു 3x² plus 2x plus 2 into ഇതൊക്കെ 2 മാർക്കിന് കുറച്ച് ലെങ്ത് കൂടി പോയി. e raised to 2x ന്റെ nth ഡെറിവേറ്റീവിന്റെ ഫോർമുല 2 raised to n into e raised to 2x. ഓക്കെ, പ്ലസ് nc1 ന് n എന്ന് കൊടുത്തു into 6x plus 2 into 2 raised to n minus 1 into e raised to 2x. പ്ലസ് nc2 ന് n into n minus 1 by 2 എന്ന് കൊടുത്തു into 6 into 2 raised to n minus 2 into e raised to 2x. ഇതാണ് സാധനം. എല്ലാ ടൈമിലും e raised to 2x പുറത്തേക്ക് എടുക്കുക. ഇവിടെ 2 6 വെട്ടിയിട്ട് 3 ആയി. എല്ലാ ടൈമിലെയും e raised to 2x നെ കോമൺ എടുക്കുകയാണ് ഞാൻ. e raised to 2x നെ വെളിയിലാണ് എടുത്തു. ബാക്കി വരുന്നത് ഏതാണ്? ബാക്കി വരുന്നത് 3x² plus 2x plus 2 into 2 raised to n plus 6x plus 2 into n into 2 raised to n minus 1 plus 3 into n into n minus 1 into 2 raised to n minus 2. ഇതാണ് ആൻസർ. അതിൽ n ന് പകരം എന്ത് കൊടുത്താൽ മതി? ഫോർത്ത് ഡെറിവേറ്റീവ് അല്ലേ പറഞ്ഞേക്കണേ? ഫോർത്ത് ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഈ ആൻസറില് n ന് 4 കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇത്ര എഴുതിയിട്ട് പുട്ട് n = 4 കൊടുക്കാം. അപ്പൊ e raised to 2x into 3x² plus 2x plus 2 into 2 raised to 4 plus 6x plus 2 into 4 into 2 raised to 3 4 minus 1 3 വരും plus 3 into 4 into 4 minus 1 into 2 raised to 4 minus 2 എന്ന് 2 വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തേ. e raised to 2x into 2 raised to 4 minus 16 ആണ്. 16 into 3x² plus 2x plus 2
പ്ലസ് 2 ക്യൂബ് 8 ആണ്. 4 8 32. അപ്പോൾ 32 ഇൻറ്റു 6x പ്ലസ് 2. അടുത്തത് 3 ഇൻറ്റു 4 12. 12 ഇൻറ്റു 3 അയ്യോ 3 9 9 36. 36 ഇൻറ്റു 4 36 ഇൻറ്റു 4 എത്രയാണ്? 4 24 4 ബാക്കി 2 12 2 14 144 അല്ലേ? ശരിയാണെന്ന് വിചാരിക്കും. തെറ്റി. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യണേ. ഈക്വൽ ടു e raised to 2x ഇൻറ്റു 2 ബാക്കിയുള്ളോട്ടോ 3 18 30 36 48 x സ്ക്വയർ പ്ലസ് 32x പ്ലസ് 32 32 6 മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് മതി. 32 6 എത്രയാ? 30 192x പ്ലസ് 32 ഇൻറ്റു 2 64 പ്ലസ് 144. ഇനി ഈ raised to x ഇൻറ്റു 48x സ്ക്വയർ. ഈ എക്സിന്റെ രണ്ടും കൂടി കൂട്ടാം 30. അപ്പോൾ 130 190 200 734 അല്ലേ? 224. ഓക്കെ 224x ബാക്കിയെല്ലാം കൂടി കൂട്ടാം 144 140 60 200 240. ഇതാണ് ആൻസർ കേട്ടോ. അതന്നെ ചോയ്സിൽ 2 മാർക്കാണ്. ചോയ്സ് ഇഷ്ടം പോലെ 12 ക്വസ്റ്റ്യൻ നമുക്ക് 8 എഴുതേണ്ടത്. ഇതൊക്കെ വിടുക കേട്ടോ. ഓക്കെ 8 അടിപൊളിയാണ് സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ അപ്പൊ എന്തായാലും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. ഓക്കെ എന്തായാലും അടിച്ചു പോയിക്കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ജസ്റ്റ് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ജയിക്കണം, നമ്മുടെ ഭാവിയാണെന്നുള്ള ചിന്തിച്ചിട്ട് എക്സാമിന് പോവാം. ചുമ്മാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാളെ ചുമ്മാ ചിലർ ജയിച്ചിട്ടായിരിക്കും ഇറങ്ങിപ്പോണ്ടാവുക. പക്ഷെ ക്ലാസ്സിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നും അയ്യോ ഇത് ശരിയല്ല, അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ്മെന്റ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സ് ശ്രദ്ധിക്കുക. എനിക്ക് പറ്റിയിട്ടുള്ള ചതിയായതുകൊണ്ട് പറയാണ്. നമുക്ക് പഠിച്ചിട്ടേ നമ്മളിപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിലെ എക്സാമിന് പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ പെട്ടെന്നൊന്നും ഓർമ്മയിൽ വരില്ല. ഓക്കെ അപ്പോൾ ഓർമ്മയിൽ വന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്തിട്ട് ഓരോന്ന് എഴുതി വെട്ടി ഭ്രാന്ത് പിടിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം മനസ്സിലിരുന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിച്ച് ഇമ്പ്രൂവ്മെന്റ് എഴുതാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സപ്ലൈ ചെയ്ത് ജയിക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇറങ്ങിപ്പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എത്ര ടെൻഷൻ ആണെങ്കിലും നമുക്കൊന്നും കിട്ടണില്ലെങ്കിലും 3 മണിക്കൂർ അവിടെ ഇരിക്കുക. എപ്പോഴെങ്കിലും ദൈവത്തിന്റെ രൂപത്തിൽ ആരെങ്കിലുമൊക്കെ വരും. ഓക്കെ മനസ്സിലായല്ലോ? 3 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് പോയാൽ മതി. ഓക്കെ ആ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജയിക്കാനുള്ള സാധനം നമ്മൾ മനസ്സിൽ നിന്ന് കിട്ടും. ഓക്കെ അവർ പേടിക്കാനില്ല. അങ്ങനെ ഇപ്പോൾ പരത്ത് കഴിഞ്ഞ 1 മാസം മുമ്പ് ഞാനൊരു ഓൺലൈനിൽ കുട്ടിക്ക് ട്യൂഷൻ എടുത്ത നന്നായി പഠിച്ചു പോയതാ. ആ കുട്ടി ഒരു 2-3:30 എക്സാം സ്റ്റാർട്ട് ചെയ്ത് 2:30 എന്നെ വിളിച്ചേക്കുന്നത് ഭയങ്കര കരച്ചിൽ. പഠിച്ചതൊക്കെ വന്നു പക്ഷെ ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അതിന് പിറ്റേ ദിവസം എക്സാം ഉണ്ടായിരുന്നു. 2 എക്സാം ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ആ കുട്ടിയോട് പറഞ്ഞു നീ 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് പോയിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ആ കുട്ടിക്ക് ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. പഠിച്ചിട്ട് എക്സാം ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ 3 മണിക്കൂർ ഇരുന്നു. ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ കുട്ടി ഓക്കെ നോർമലായി. എന്നിട്ട് അത് ഭയങ്കര സന്തോഷമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു സാർ എന്തായാലും ഇപ്രാവശ്യം പാസ്സായി, ആ പേപ്പർ പാസ്സാവും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും കിട്ടണില്ലാച്ചിട്ട് ഇറങ്ങി പോകരുത്. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ പഠിച്ചത് എവിടെയെങ്കിലൊക്കെ പോകും. കാരണം നമ്മൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തോണ്ടിരിക്കല്ലേ, എവിടെയെങ്കിലൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.